ഒമാനിൽ ആക്രമണമുണ്ടായതിന്റെ ഒമാനിലെ ദുഃഖം പോർട്ടിൽ ആക്രമണമുണ്ടായതിന്റെ ദൃശ്യമാണ്. അവിടെ ഡ്രോൺ പതിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അത് ഒമാൻ ഔദ്യോഗികമായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഡ്രോൺ ആക്രമണം എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒമാൻ ഇന്നലെ ഇത് അമേരിക്ക ഇടപെടരുത്, ഈ യുദ്ധത്തിൽ ഇത് നിങ്ങളുടെ യുദ്ധമല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു, അപലപിച്ചിരുന്നു യുദ്ധം നടക്കുന്നതിനെ. പക്ഷേ ഒമാനെ ആക്രമിച്ചിരുന്നില്ല ഇറാൻ. മാത്രമല്ല മധ്യസ്ഥനായി ഒമാൻ ഉണ്ടായിരുന്നു. ഒമാൻ ഇറാനുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ്. ഒമാനിൽ ഇറാൻ ആക്രമണം എന്ന രീതിയിലാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ദോഹയിൽ നേരത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒമാനിലും ഒരു ഗൾഫ് രാജ്യത്തെയും ഇറാൻ വെറുതെ വിടുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുഃഖം പോർട്ടിലാണ് ഇങ്ങനെ അവിടെ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു എന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ട്. അജയ് തുടരുന്നു. അജയ്, ഒമാനെയും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണോ? അത് കൃത്യമായിട്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇറാനാണ് ആക്രമിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ 2 ഡ്രോണുകളിൽ ഒന്ന് അവിടെയുള്ള ഒരു ഫ്യൂവൽ ടാങ്കുകളുള്ള ഒരു ഏരിയയിലാണ് വീണത്. ഇത് കാരണം ആ മേഖലയിൽ ചെറിയ രീതിയിൽ തീപിടുത്തവും ഉണ്ടായതായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2 ഡ്രോണുകൾ ആണ് അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ദുഃഖം പോർട്ടിൽ വീണു, മറ്റൊന്ന് ഡെബ്രിസ് എന്ന് പറയുന്നിട്ടുള്ള സമീപം തന്നെയുള്ള ഒരു ഈ ടാങ്കുകൾ ഉള്ള ഒരു മേഖലയിൽ തന്നെയാണ് വീണത്. ഇതും ആ പോർട്ടിന് തൊട്ട് സമീപമുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു വിദേശിയായിട്ടുള്ള തൊഴിലാളിക്ക് മാത്രമാണ് പരിക്കേറ്റതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. മറ്റ് ഇതിന്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഇനി വരേണ്ടതുണ്ട്. നിലവിൽ ഒമാൻ ന്യൂസ് ഏജൻസിയാണ് ഇത്തരം ഒരു കാര്യം ആദ്യമായി പുറത്തുവിട്ടത്. പിന്നീട് അൽ ജസീറ ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിന്റെ മറ്റ് വിവരങ്ങൾ ഇനി കൂടുതൽ വരും മണിക്കൂറുകളിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ പരിക്കേറ്റ ഈ വിദേശിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടി തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ സൈനിക നടപടിയിൽ ഇന്നലെ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയതാണ് ഒമാൻ. ഇപ്പോൾ ഒമാനിൽ ഇങ്ങനെയൊരു ഡ്രോൺ പതിച്ചത് അത് ആശങ്കയോടുകൂടി തന്നെയാണ് കാണേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും തിരിച്ചടിയാകാം ഇന്നലത്തെ സംഭവ വികാസങ്ങൾ എന്നായിരുന്നു ഒമാൻ ഔദ്യോഗികമായിട്ട് ഇന്നലെ അറിയിച്ചിരുന്നത്. സൈനിക നടപടി അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും തർക്കങ്ങൾ സമാധാനപരമായ സംവാദത്തിലൂടെ പരിഹരിക്കണം എന്നുള്ള ദീർഘകാല മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണെന്നായിരുന്നു ഒമാന്റെ നിലപാട്. അതുമാത്രമല്ല മധ്യസ്ഥ ചർച്ചയ്ക്ക് താല്പര്യമെടുത്തതും മധ്യസ്ഥ ചർച്ചകളിൽ അത് 2 തവണ ജനീവയിൽ നടന്നപ്പോഴും 1 തവണ മസ്കറ്റിൽ നടന്നപ്പോഴും ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈയെടുത്തത് ഒമാനായിരുന്നു അതിന്റെ മധ്യസ്ഥരായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുമാത്രമല്ല വിയന്നയിൽ 4ാം വട്ട മധ്യസ്ഥ ചർച്ചയ്ക്ക് തീരുമാനമെടുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒമാൻ ഇന്നലെ ഈ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. രക്തച്ചൊരിച്ചിലല്ല പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നായിരുന്നു ഒമാന്റെ ഔദ്യോഗികമായ നിലപാട്. പക്ഷേ ഇപ്പോൾ ഒമാനിലും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അത് ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണമാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഒമാനെ ഒഴിച്ച് ബാക്കി ഗൾഫ് രാജ്യങ്ങളെ ആയിരുന്നു അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നു എന്നതിന്റെ പേരിൽ ഇറാൻ ഉന്നം വെച്ചിരുന്നതും കഴിഞ്ഞ മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് കണ്ടുവന്നിരുന്നതും. ആദ്യമായാണ് ഒമാനിലേക്ക് ഒരു ഡ്രോൺ പതിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ഒമാനിൽ ദുഃഖം പോർട്ടിലാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ചരക്ക് കപ്പലിന് നേരെയായിരിക്കുന്നു ആക്രമണം നടന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഒമാനെ മാത്രമായിരുന്നു ഇറാൻ ആക്രമിക്കാത്തത്, എന്തുകൊണ്ട് ഒമാനെ മാത്രം ഇറാൻ വെറുതെ വിടുന്നു എന്നതിന് വ്യക്തമായ ഉത്തരവും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മിനിറ്റുകളിൽ പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ UAE-യിലും അതുപോലെ തന്നെ കുവൈറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഒന്നും ആക്രമണം ഉണ്ടായിട്ടില്ല എങ്കിലും ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മുമ്പ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണം ഉണ്ടായി. അത് UAE-യിൽ ഷാർജയിലാണ്, അൽ നഹദയിലാണ്. അത് ഷാർജ ദുബായ് അതിർത്തിയിലാണ്, 2 എമിറേറ്റ്സുകളുടെ അതിർത്തിയിലാണ് അൽ നഹദ. അവിടെയായിരുന്നു ഒരാക്രമണം ഉണ്ടായത്. അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡ്രോൺ പതിക്കുകയായിരുന്നു. അവിടെ ഒരു കെട്ടിടത്തിന് അവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ദുബായിൽ ഉണ്ടായിരുന്നു ആക്രമണം, അബുദാബിയിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആദ്യമായിട്ടായിരുന്നു ഷാർജ എമിറേറ്റ്സിൽ ഒരാക്രമണം ഉണ്ടാകുന്നത്, ഇറാന്റെ ഡ്രോൺ പതിക്കുന്നത്. അതൊരു 1 മണിക്കൂർ മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. അതിനിടെ ഖത്തറിൽ
ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ദോഹയിൽ ആണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒമാനിലെ ദുഃഖം പോർട്ടിൽ ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇറാനിൽ അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. ഈ രാത്രി എന്തായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്തമായ നീക്കം ഇറാനെതിരെ? ഇറാൻ കാട്ടിക്കൂട്ടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണത്തെ ഏത് രീതിയിലായിരിക്കും അമേരിക്കയും ഇസ്രായേലും നേരിടാൻ പോകുന്നത്? അതിനുള്ള മുന്നറിയിപ്പ് രാവിലെ ഡൊണാൾഡ് ട്രംപ് നൽകിയതാണ്. ഖമനേയെ വധിച്ചു എന്ന കാര്യം പുറത്തുവിട്ടതിന് ശേഷം ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ്. പിന്മാറണം ഇറാൻ എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വിനാശകരമായ നീക്കത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഇറാൻ നൽകിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുന്നത്. ഇന്നലത്തെ അതേ രീതിയിൽ തന്നെയുള്ള ആക്രമണം ഇന്നും ഇറാൻ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ എന്ന പേരിലാണ് ഇറാന്റെ ഈ രീതിയിലുള്ള ആക്രമണം തുടരുന്നത്. ഏറ്റവും ഒടുവിൽ ഒമാനിൽ പതിച്ചിരിക്കുന്ന ഈ ഡ്രോൺ അത് ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോൺ ആണോ എന്നുള്ള കാര്യമാണ് അറിയാൻ ബാക്കിയുള്ളത്. ഔദ്യോഗികമായിട്ട് ഒമാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അത് ഇറാന്റെ ആക്രമണമാണ് എന്ന് ഒമാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഒമാനിലും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, മറ്റെന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ടോ പശ്ചിമേഷ്യയിൽ നിന്ന്? ഇപ്പോൾ പുതുതായി നമുക്ക് തരാനുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മിലിറ്ററി അവർ ഔദ്യോഗികമായി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ആദ്യമായി ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. ടെഹ്റാന്റെ ഹൃദയഭാഗത്തിന് കനത്ത ഏൽപ്പിക്കാൻ സാധിച്ചു. നിരവധി സർക്കാർ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ദ ഹേർട്ട് ഓഫ് ടെഹ്റാൻ ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ദ US ഇസ്രായേലി അറ്റാക്ക് സ്റ്റാർട്ടഡ്. അതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗികമായിട്ടുള്ള മിലിറ്ററി വിങ് ഇപ്പോൾ പറയുന്നത്. ടെഹ്റാന്റെ ഹൃദയത്തിൽ തന്നെ അടിച്ചിരിക്കുന്നു. ടെഹ്റാന്റെ ഹൃദയഭാഗത്തിൽ കനത്ത ഒരു നാശം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ നിന്നാണ്. ന്യൂയോർക്ക് മേയറായിട്ടുള്ള സുഹ്റാൻ മംദാനി അദ്ദേഹം ട്രംപിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ട്രംപിന്റെ നേതൃത്വത്തിൽ നിലവിൽ നടക്കുന്നത് അനധികൃതമായിട്ടുള്ള ഒരു യുദ്ധമെന്നാണ് മംദാനി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ന്യൂയോർക്കിൽ ട്രംപിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. അവിടെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ടൈംസ് സ്ക്വയറിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ മുതൽ അവിടെ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ തടിച്ചു കൂടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന് അകത്ത് ഉള്ളിലുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഷിറാസ് എന്ന് പറയുന്ന നഗരത്തിൽ നിരവധി പ്രതിഷേധക്കാർ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയത് കാരണമുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഷിറാസ് എന്ന് പറയുന്ന നഗരത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ ടെഹ്റാനിലും അതുപോലെ തന്നെ ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിലും ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ഷിറാസ് നഗരത്തിൽ കൂടി ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. പിന്നെ ഈ ഒമാനിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ എന്ന് പറയുന്നത് അവിടെ വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെ താമസിച്ചിരുന്ന മേഖലയ്ക്ക് അടുത്താണ് ഡ്രോണുകളിൽ ഒന്ന് പതിച്ചത്. മറ്റൊരു ഇത്തരത്തിലൊരു ഈ എണ്ണകൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്ന ഒരു ടാങ്ക് ഫെസിലിറ്റിയുടെ അടുത്താണ് മറ്റൊരു ഡ്രോൺ വീണത്. അപ്പോൾ ഈ വിദേശീയരായിട്ടുള്ള തൊഴിലാളികൾ വസിച്ചിരുന്ന സ്ഥലത്ത് ഡ്രോൺ വീണതിലാണ് ഒരാൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. മറ്റ് വിവരങ്ങളൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. ശരി അജയ്, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടി വരികയാണ്. ഇറാനാണ് ഒമാന് നേരെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒമാനിലേക്ക് ഡ്രോൺ അയച്ചത് എന്നുള്ള കാര്യമാണ്. ഒന്നല്ല, 2 ഡ്രോണുകളാണ് അവിടെ നിലം പതിച്ചിരിക്കുന്നത്, അവിടെ തകർത്തത് എന്നുള്ള കാര്യമാണ് ഒമാൻ ഔദ്യോഗികമായിട്ട് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് ദുഃഖം പോർട്ടിൽ ഇങ്ങനെ തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം വന്നത്. ഇത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതോടുകൂടി ഒമാനിൽ ഇങ്ങനെ ഇറാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായതോടുകൂടി 6 ഗൾഫ് രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. നേരത്തെ അറിയാം, കുവൈറ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ ഈ 5 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയ ഇറാൻ ഇപ്പോൾ 6ാമത്തെ ഗൾഫ് രാജ്യമായ ഒമാന് നേരെയും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒമാനാണ് ഈ മധ്യസ്ഥ ചർച്ചകളിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഒമാന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇനി അടുത്ത